ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ശാന്തമായ ഒരു വിപ്ലവം. പത്രങ്ങളിലും വാർത്തകളിലും അധികം കേൾക്കാത്ത, പക്ഷേ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മാറ്റിയ ഒരു പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പേര് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ചെറു സംരക്ഷണത്തിൽ നിന്ന് വലിയ സാമ്പത്തിക ശക്തിയായി മാറിയ ഗ്രാമീണ സ്ത്രീകളുടെ കൂട്ടായ്മ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നത് സാധാരണയായി 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള സ്വമേധയാ രൂപീകരിക്കുന്ന ഒരു ചെറിയ സംഘമാണ്. ഇവർ സാധാരണയായി ഒരേ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ളവരാണ്. അവർ ഓരോ ആഴ്ചയോ മാസമോ ചെറിയ തുക സംരക്ഷിക്കുന്നു. ഈ സംരക്ഷണം പിന്നീട് സംഘത്തിലെ അംഗങ്ങൾക്ക് തന്നെ ചെറിയ വായ്പകളായി നൽകുന്നു. ഇത് ബാങ്ക് ഇല്ലാതെ തന്നെ ഗ്രാമീണ ക്രെഡിറ്റ് സംവിധാനം സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വലിയ രീതിയിൽ വളർന്നത് 1990കളിലാണ്. ഇതിന് പ്രധാന കാരണം നാബാർഡ് ആരംഭിച്ച SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. ഈ പദ്ധതി വഴി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ നേരിട്ട് ബാങ്കുകളുമായി ബന്ധിപ്പിച്ചു. ഇത് ഗ്രാമീണ ഇന്ത്യയിൽ സാമ്പത്തിക ഉൾക്കൊള്ളലിന് വലിയ മുന്നേറ്റമായി. പിന്നീട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് പ്രധാനമായും 3 രീതികളിലാണ് ഫണ്ടുകൾ സമാഹരിക്കുന്നത്. ഒന്നാമത്, അംഗങ്ങളുടെ സംരക്ഷണം. ഓരോ അംഗവും ആഴ്ചയോ മാസമോ ഒരു ചെറിയ തുക സംഭരിക്കുന്നു. ഉദാഹരണത്തിന് 15 അംഗങ്ങൾ ഓരോ ആഴ്ചയും 100 രൂപ വീതം സംഭരിച്ചാൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 78,000 രൂപ സമാഹരിക്കാൻ കഴിയും. രണ്ടാമത്, ഇന്റേണൽ ലെൻഡിംഗ്. ഈ പണം SHG സ്വന്തം അംഗങ്ങൾക്ക് തന്നെ വായ്പയായി നൽകും. പശു വാങ്ങൽ, കൃഷി, ചെറിയ കടകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി. ഇതിനുള്ള പലിശ സാധാരണയായി 12 മുതൽ 24% വരെ ആയിരിക്കും. മൂന്നാമത്, ബാങ്ക് വായ്പ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ ബാങ്കുകളുമായി ബന്ധിപ്പിച്ച വലിയ പദ്ധതി ആരംഭിച്ചത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇത് SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു SHG നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ബാങ്കുകൾ അവർക്കു സംഘത്തിന്റെ സംരക്ഷണത്തിന്റെ 4 മുതൽ 10 ഇരട്ടി വരെ വായ്പ നൽകും. SHG അംഗങ്ങൾക്ക് ചില പ്രധാന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നാമത്, സ്ഥിരമായ സംരക്ഷണം. ഓരോ അംഗവും നിശ്ചിത തുക സ്ഥിരമായി സംഭരിക്കണം. രണ്ടാമത്, യോഗങ്ങളിൽ പങ്കെടുക്കൽ. SHGകൾ സാധാരണയായി ഓരോ ആഴ്ചയോ മാസമോ യോഗം നടത്തുന്നു. മൂന്നാമത്, വായ്പ തിരിച്ചടവ്. സംഘത്തിൽ നിന്ന് വായ്പ എടുത്താൽ സമയത്ത് തിരിച്ചടക്കണം. നാലാമത്, റെക്കോർഡ് സംരക്ഷണം. സംഘങ്ങൾ സേവിങ്സ് രജിസ്റ്റർ, ലോൺ രജിസ്റ്റർ, മീറ്റിംഗ് മിനിറ്റ്സ് എന്നിവ ശരിയായി രേഖപ്പെടുത്തണം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ സർക്കാർ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നു. ഇതിനായി പ്രവർത്തിക്കുന്ന പ്രധാന പദ്ധതിയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ. ഈ പദ്ധതിയിലൂടെ SHGകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ റിവോൾവിംഗ് ഫണ്ട്, കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, സ്കിൽ ട്രെയിനിംഗ്, എന്റർപ്രണർഷിപ്പ് ട്രെയിനിംഗ്, തയ്യൽ, മഷ്റൂം കൃഷി, പാൽ ഉത്പാദനം, ഫുഡ് പ്രോസസ്സിംഗ്, ഇങ്ങനെ നിരവധി മേഖലകളിൽ സംഘങ്ങൾ ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുന്നു. കേരളത്തിൽ SHG പ്രസ്ഥാനം വളരെ ശക്തമായി വളർന്നു. ഇതിനുള്ള മികച്ച ഉദാഹരണം കുടുംബശ്രീ. 1998 ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സ്വയം സഹായ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊപ്പം പലരും തെറ്റായി ഒരുപോലെ കരുതുന്നു. എന്നാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. SHG അംഗങ്ങൾ തന്നെ ഉടമസ്ഥരായ ഒരു കമ്മ്യൂണിറ്റി കൂട്ടായ്മ. മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ. SHGയിൽ അംഗങ്ങൾ തന്നെ തീരുമാനങ്ങളെടുക്കും. മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ ലോൺ നൽകുന്നത് കമ്പനിയാകും. UPSC പരീക്ഷയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, വിമൻ എംപവർമെന്റ്, പോവർട്ടി അലിവിയേഷൻ
എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ സംരക്ഷണം, ചെറിയ കൂട്ടായ്മ, പക്ഷേ അതിലൂടെ ഒരു വലിയ സാമൂഹിക മാറ്റം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഗ്രാമീണ ഇന്ത്യയുടെ നിശബ്ദ സാമ്പത്തിക വിപ്ലവം.